കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ നീതിയുക്തമായ ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ആരും എനിക്ക് സഹായത്തിനായിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന നിൻ്റെ വിഷയത്തിനകത്ത് യേശു ഡയറക്റ്റ് സഹായത്തിനായിട്ട് വരികയാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹപൂർണമായ ഈ നല്ല ദിവസം യേശുവേ എന്നൊന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നോക്കിയേ. സകല നാമത്തിനും മേലായ നാമം യേശു, യേശു, യേശു. വിഷയത്തിലേക്ക് വരട്ടെ. യോഹന്നാൻ 5:5 എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഈ ഭാഗം നമുക്കറിയാം. 38 വർഷമൊക്കെ ഒരു രോഗാവസ്ഥയിലൂടെ പോകുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പനി വന്നാൽ തന്നെ നമുക്കൊരാഴ്ച കൊണ്ട് അത് മാറുന്നവരെയുള്ള അവസ്ഥ. ഈ മനുഷ്യൻ കിടക്കുക. എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവൻ കിടക്കുന്നത്. ഇപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ഇവൻ വന്ന സമയത്ത് പ്രതീക്ഷയുണ്ടായിരുന്നു. ദൂതൻ കുളം കലക്കും, ഞാൻ ഇറങ്ങും, സൗഖ്യം പ്രാപിക്കും. അതൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടാ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ചാടി ഇറങ്ങിയാലേ രക്ഷയുള്ളൂ. ആദ്യം ഇറങ്ങുന്നാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. സാമർഥ്യത്തോടുകൂടെ ഭയങ്കരമായിട്ട് നിന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു താങ്ങി തളർന്നതുപോലെ ഒന്നും നിന്നാൽ പറ്റത്തില്ല. ഉഴപ്പി നിന്നാൽ പറ്റത്തില്ല. ഭൂതം കുളം കലക്കിയിട്ട് പോയി ആമ്പിള്ളാർ വിടുതലെടുത്തുള്ളൂ. അങ്ങനെ ഈ നിമിഷം വരെ സംഭവിച്ചത്. ഇപ്പോൾ 38 വർഷമായി. ഇനി അവൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ടോ? ഇല്ല. ഒരു സാധ്യതയും എൻ്റെ ലൈഫിൽ കാണുന്നില്ല. കാരണം അവൻ്റെ വിഷയത്തിൻ്റെ കാലദൈർഘ്യം അവനെ അങ്ങനെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ വിടുവിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ പുതപ്പും ബെഡ്ഷീറ്റും മെത്തയൊക്കെ ആയിരിക്കും ഇവനിപ്പോൾ നോക്കുന്നത്. അവിടെ നോക്കി അവിടെ പറയുന്നൊരു പദം കണ്ടോ? യേശു കണ്ടു. ദൂതൻ കാണാത്തത് യേശു കണ്ടു. ദൂതന് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന മാത്രമേ ദൂതന് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുളം കലക്കുക, തിരിച്ചു വരിക. പക്ഷെ അവിടെ യേശു അവനെ കാണുകയാണ്. ഏറിയ കാലമായിരിക്കുന്നെന്ന് അറിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്നൊരു പദമാണ്, നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ചോദിക്കുന്ന ചോദ്യവും യഥാർത്ഥത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളൊരു മറുപടി അവനിന്ന് വരും. പക്ഷെ അവൻ പറയുന്ന ഒരു പദമുണ്ട്, എനിക്ക് ആരുമില്ല, കുളത്തിലാക്കാൻ ആരുമില്ല. അടുത്ത നിമിഷം കർത്താവ് പറയും, ഞാൻ നിനക്കുണ്ട്. എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക. ഓയ്യോ, തൻ്റെ ലൈഫിൽ ഇന്ന് വരെ താൻ ചിന്തിക്കാത്ത കാര്യം ഇവിടെ യേശു പറയും. അതെ, നിങ്ങൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, ഇന്ന് വരെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങളോട് പറയാൻ പോകട്ടോ. അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. ആ ഭാഗം നോക്കിയേ. അവൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു. നിന്നെ കിടത്തിയേക്കുന്ന വിഷയത്തെ നീ നിൻ്റെ ചുമലിലെടുത്ത് നിൻ്റെ തോളിൽ വെച്ച് നടക്കാൻ പോവുക. കുറേ ആൾക്കാർ ഗസെന്ന് പറയുന്ന പട്ടണത്തിൻ്റെ വെളിയിലിരുന്നൊരു ഗൂഢാലോചന നടത്തുക. ഷിംഷോൻ എന്ന് പറയുന്ന ഈ ശക്തനായ അതിമാനുഷിക ബലമുള്ള ഈ മനുഷ്യനെ തകർക്കണം. ഗൂഢാലോചന നടത്തി അവർ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിക്ക് അവൻ എഴുന്നേറ്റ് ആ പട്ടണത്തിൻ്റെ വാതിലും കതകും എല്ലാം ഓടാമ്പല കട്ടളയെല്ലാം പാറിച്ചെടുത്തിട്ട് തോളിൽ വെച്ച് ഹെബ്രോനിൽ കൊണ്ടുപോയതായിട്ട് കാണാൻ കഴിയും. അതെ, നിന്നെ തകർക്കാൻ വരുന്ന ചിലത് നിന്റെ തോളിൽ ഈ ദിവസങ്ങളിൽ ഇരിക്കാൻ പോവാം. കാരണം നിനക്കൊരു ദൈവമുണ്ട്. പറഞ്ഞേ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ ദൈവപ്രവൃത്തി ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കൽപ്പിക്കാൻ പോകുന്നതിനായി ശ്രദ്ധ. എത്ര കാലപ്പഴക്കം ചെന്ന വിഷയവും എൻ്റെ അപ്പച്ചനൊരു വിഷയം അല്ലെന്നങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചത്.
ഈ വചനം വിശ്വസിക്കുന്ന, ഏറ്റെടുക്കുന്ന എല്ലാവരുടെ മേലും ഒരു അനുഗ്രഹം ഉണ്ടാകും. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ കാണും കേട്ടോ, ഒരു സംശയമില്ല. കാരണം നീ ആരാധിക്കുന്ന കർത്താവ് അങ്ങനത്തെ കർത്താവ്. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.